ലങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് താലം ആരംഭിക്കുന്നത്. ജയദുർഗ അമ്പലത്തിലോട്ടാണ് താലം പോകുന്നത്. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് താലം മുന്നോട്ട് പോകുന്നത്. താലം കാണാൻ സായിപ്പും സായിപ്പിൻ്റെ ഡോഗും വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ സായിപ്പ് അമ്പലത്തിൽ വരും കേട്ടോ. ഉച്ചഭക്ഷണം കഴിക്കാനുണ്ടാവും, ചെണ്ടമേളം കാണാനുണ്ടാകും, മറ്റിതര പരിപാടികളൊക്കെ കാണാൻ സായിപ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ കറക്റ്റ് ടൈമിങ്ങിലൊക്കെ വരും. ഏത് രാജ്യക്കാരനാണെന്നൊന്നും അറിയില്ല, അങ്ങനെ ചോദിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും സായിപ്പ് പൊളിയാണ്. അമ്പലത്തിൻ്റെ അടുത്തെത്താനായപ്പോൾ വീണ്ടും അവിടെ നിന്ന് കുറച്ച് നേരം കൂടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് അമ്പലത്തിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ താലം എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അന്നിക്കുട്ടനൊക്കെ വന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. കുറച്ച് നേരം ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞു കുറച്ച് നേരം പിടിച്ചൊക്കെ അവിടെ നിന്നു. താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ കാണാനും കേൾക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാഴ്ച കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ടോ, നമ്മുടെ സായിപ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ താലെടുക്കുന്ന ഇളങ്കാവ് അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ദുർഗാമ്പലത്തിലോട്ട് വന്നു. ഇത് ലാസ്റ്റ് ഭാഗമാണ് ഈ കോട്ട് എന്ന് പറയുന്നത്. താലം പൊലിയായിട്ട് നമ്മൾ അമ്പലത്തിൽ വന്നു. അപ്പോഴാണ് സായിപ്പ് ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും വന്ന് ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്, പ്രത്യേകിച്ച് കലാപരിപാടികളൊക്കെ ഉള്ളപ്പം. സായിപ്പ് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ എപ്പോഴും കേട്ടോ മുണ്ടൊക്കെ ധരിച്ചിട്ടേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഷോർട്സൊക്കെ ആയിരിക്കും. പക്ഷേ അത് ശരിക്കും നമ്മളുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളുടെ കൾച്ചറിനെ എത്ര മനോഹരമായിട്ടാണല്ലേ അവരൊക്കെ അനുകരിക്കുന്നത്. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം.
ഇന്നത്തെ ചെണ്ടമേളവും സമാപിച്ചു. സന്ധ്യയ്ക്ക് ഒരു 8 മണിക്ക് തുടങ്ങിയതാണ്. അങ്ങനെ 10 മണി വരെ ഉണ്ടായിരുന്നു. ദേവീനടയിലായിരുന്നു അവസാനം. ഇനി അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ദേവിയെ എഴുന്നള്ളിക്കുകയാണ്. അതായത് ജയദുർഗ അമ്പലത്തിലിരിക്കുന്ന ദേവിയെ അടുത്തുള്ള ഇളങ്കാവ് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോകും. അവിടുത്തെ പൂജകൾക്ക് ശേഷം വീണ്ടും ദേവിയെ തിരിച്ച് അമ്പലത്തിൽ കൊണ്ടിരുത്തുന്നതാണ് അടുത്ത ചടങ്ങ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇവിടെ താമസിക്കുന്ന ഓരോ കുടുംബക്കാരും ദേവിയെ സ്വീകരിക്കാനായി നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാകും. അതുപോലെ അതിനോടനുബന്ധിച്ച് ഫ്രൂട്ട്സും ദേവിക്ക് കാഴ്ചവെക്കാനുള്ള ചന്ദനത്തിരി, പൂക്കൾ, ഫ്രൂട്ട്സ്, അതുപോലെ കൽക്കണ്ടം, അങ്ങനെയുള്ള വിശിഷ്ട വിഭവങ്ങളൊക്കെ ദേവിക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനും വിജി ചേച്ചിയും സൗമ്യയും ചിഞ്ചുവും കൂടെ ആദ്യം റോഡിൻ്റെ ഇരുവശങ്ങളിലും ഓരോരുത്തരും ദേവിക്കായി കരുതി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ നോക്കി കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പല്ലക്കിൽ ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് പോകുകയാണ്. അപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ അത് റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് പോവുക. അപ്പോൾ ആ സൈഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ദേവിയെ വരവേൽക്കാൻ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവിടെയുള്ളവർ പറ നിറച്ചു കൊടുക്കും. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. തിരിച്ചു വരുമ്പം ഈ സൈഡിൽ കൂടെ ദേവിയും കൊണ്ട് വരില്ല, അത് ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ടാകും. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറ നിറയ്ക്കും. ചിലത് വീടിൻ്റെ മുമ്പിലായിരിക്കും, അല്ലാതെ റോഡ് സൈഡിൽ തന്നെ ഓരോരുത്തരും ചെറിയ ടീപ്പോയൊക്കെ സെറ്റ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാകും. പറന്നിറക്കുന്നതാണ് ഈ കാണുന്നത്. ദേവി ഇരിക്കുന്ന പല്ലക്കാണ്. ഒരു ഭാഗത്ത് ദേവിയും മറുഭാഗത്ത് ഒരു കണ്ണാടിയാണ് വെച്ചിരിക്കുന്നത്. മതിലിൻ്റെ മുകളിൽ ഭംഗിയായി ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ വീട്ടുകാരും അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എത്തുമ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ലാമിനേഷൻ ബൾബുകളും അതുപോലെ ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവിയെയും കൊണ്ട് ഇളങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തി. ഇത് പന്തത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. ചടങ്ങ് എന്ന് പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. ഒരു വലിയ പാത്രത്തിൽ നിറച്ച് എണ്ണയായിരിക്കും. അപ്പോൾ പന്തം അങ്ങോട്ട് പിടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു തവി കൊണ്ട് കോരി കോരി എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇവർ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ? കൊങ്ങിണി ഭാഷയാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്നൊക്കെ ചില കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു വേറൊരു രീതി തന്നെയാണ് ഇവർക്ക്. ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ട് പുറത്തോട്ട് വീണ്ടും ഇറങ്ങി. ഇനി ഇളങ്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ജയദുർഗ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പം ദേവി, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും റോഡിൻ്റെ സൈഡിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അവിടെ നിന്ന് പറയൊക്കെ നിറച്ചതിന് ശേഷം അവിടെ ഒരുക്കി വെച്ചിട്ടുള്ള അധികം മുന്തിരി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും, കൽക്കണ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഓരോ ഭക്തജനങ്ങൾക്കും അവർ തരുന്നതായിരിക്കും. നമ്മളതൊക്കെ വാങ്ങിച്ച് നമ്മളുടെ കയ്യിൽ വെക്കുക, കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ദേവി. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചോ കേട്ടോ.
ഭക്തിനിർഭരമായ ഒരു കാഴ്ചയാണ്. ദേവിയെ ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും വിശ്വാസത്തോടെയാണ് ദേവിയെ കാത്തിരിക്കുന്നത്. മുത്തുക്കുടകളുടെ അകമ്പടിയോടുകൂടിയാണ് ദേവിയെ പല്ലക്കിൽ കൊണ്ടുപോകുന്നത്. ഗൗഡ സരസ്വതി ബ്രാഹ്മണ വിഭാഗമാണ് ജയദുർഗ അമ്പലത്തിലെ പൂജ നടത്തുന്നത്. ദേവിയെ വഹിച്ചുകൊണ്ടുള്ള പല്ലക്ക് മുന്നോട്ട് പോയതിന് ശേഷം റോഡിൻ്റെ ഭാഗങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ നടന്നു പോകുന്ന നമുക്ക് രണ്ട് സൈഡിലുള്ളവരും ഫ്രൂട്ട്സും കൽക്കണ്ടോ പൂവോ ഒക്കെ തരാറുണ്ട്. നമ്മളതൊക്കെ സന്തോഷത്തോടെ വാങ്ങിക്കും. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ജിജു എന്നാണ് പേര്. ജിജു എന്നെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കളിയാക്കിയതാണ്. അപ്പം ഞാൻ ജിജുവിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്താണ്. ജിജുവിൻ്റെ മോൾ എനിക്ക് ഫ്രൂട്ട്സൊക്കെ തന്നു. ദേവി ഇങ്ങനെ ആ പല്ലക്കിലിരിക്കുന്ന കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷം കുളിർമയൊക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര ഭക്തിയോടെയാണ് എല്ലാ ഭക്തജനങ്ങളും നിൽക്കുന്നത് അല്ലേ. ദേവി എല്ലാ ഭക്തജനങ്ങളെയും കാണാനും കൂടിയാണ് ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ചിഞ്ചുവിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ചിഞ്ചുവിൻ്റെ ഹസ്ബൻഡ് അരുണും കൂടെയാണ് പറന്നിറക്കുന്നത്. അവരുടെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ചിഞ്ചുവിൻ്റെ അരുണിൻ്റെ മക്കളാണ് ആവണിയും അച്ചും. കാനഡയിൽ വളരുന്ന കുട്ടികളാണ്. അവർക്ക് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കാണുന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. അതുപോലെ സൗമ്യയും അന്നൂട്ടനും മിന്നുമാണ്. അവരും പറന്നിറച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ തറവാടാണത്. അങ്ങനെ ദേവി എഴുന്നള്ളിക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകാൻ നോക്കി. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ട് പുറകിലുള്ള ഗീത ചേച്ചിയാണ്. ഗീത ചേച്ചിയും പിന്നെ അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ അച്ചുണ്ട്, പിന്നെ മിഥുൻ്റെ ഭാര്യ രേഷ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ദേവിയെ എഴുന്നള്ളിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ വിജി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഈ വിളക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോഡ് സൈഡിൽ ഓരോ വീട്ടുകാരും കൊണ്ട് വിളക്ക് വെക്കുന്നത്. ആ വിളക്ക് കെടുത്താതെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പം ഞാനും ഗീത ചേച്ചിയും ഞാൻ ശരിക്കും ഇടയ്ക്കൊക്കെ നാട്ടിലുണ്ടാവാറുള്ളൂ. എന്തായാലും 10 ദിവസം ഉത്സവം കൂടാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 12:50 ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്.